പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. വചനം ഇപ്രകാരം പറയുന്നു: കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. ഒരു കാലത്ത് ആനന്ദത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും നന്മയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും മതിലുകൾ ഒരുക്കിയ ദൈവം തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ ദുഷ്ടത നിമിത്തം താൻ കെട്ടിയ മതിലുകൾ തകർത്തു കളയുന്നതായി കാണുന്നു. ദൈവം ഒരുവന്റെ മതിൽ ഇടിക്കുവാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ യാതൊരു മനുഷ്യനും അതിനെ വീണ്ടും പണിയുവാൻ കഴിയുകയില്ല എന്ന മുന്നറിയിപ്പും കൂടെ ദൈവം തരുന്നു. ദൈവത്തെ ഭയക്കാതെ, മാതാപിതാക്കളെ അനുസരിക്കാതെ, ലോകപരമായി ജീവിക്കുന്ന ജാതികളെക്കാൾ മ്ലേച്ഛതകളിൽ ജീവിക്കുന്ന സകല മനുഷ്യരുടെയും മതിലുകളെ ദൈവം പൊളിച്ചു കളയും. ഇയ്യോബ് പറയുന്നു, അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാം, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചുവിടുകയില്ല. എന്നാൽ ഹൃദയത്തിൽ പകവെച്ചുകൊണ്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ മതിലുകൾ തകർക്കുകയും അതിനുള്ളിൽ തീ അയക്കുകയും ചെയ്യും എന്ന മുന്നറിയിപ്പും കൂടി ദൈവം തരുന്നു. ജീവിത വിശുദ്ധിയോടെ തങ്ങളുടെ മതിലുകൾ പണിയുന്ന ചുരുക്കം പേരുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം യാതൊരു പ്രമാണവുമില്ലാതെ ജീവിക്കുകയും വേർപാടിൻ്റെയും വിശുദ്ധിയുടെയും ആത്മീയ സത്യത്തിൻ്റെ മതിലുകൾ തകർത്തു മുന്നേറുന്നവരാണ്. ലോകപരമായി എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമെന്ന് അവർ തീരുമാനിച്ച് ഭയമില്ലാത്തവരായിത്തീരുന്നു. അങ്ങനെ സ്വന്തം ജീവിതത്തിൻ്റെ മതിലുകൾ തകർക്കുന്നതിനോടൊപ്പം അനേകരുടെ മതിലുകളും ഈ കൂട്ടർ തകർത്തുകൊണ്ടിരിക്കുന്നു. അതിന് കാരണമായിരുന്നു നല്ല ഫലം കായ്ക്കാത്തവരുടെ മതിലുകളെയെല്ലാം ദൈവം പൊളിച്ചു കളയുവാനിടയാകും. പ്രിയ ദൈവ പൈതലേ, നാം പണിയേണ്ട മതിലുകൾ നാം പണിത് കഴിയുമ്പോൾ തൻ്റെ ജനത്തിൻ്റെ സുരക്ഷിതത്വത്തിനായി ദൈവവും ചില മതിലുകൾ പണിയും. രക്ഷിക്കപ്പെട്ട് ഓരോ വിശ്വാസിയും നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്നാണ് വചനം പറയുന്നത്. പ്രാർത്ഥനയും മധ്യസ്ഥതയും എന്ന മതിലുകൾ നാം കെട്ടുക തന്നെ ചെയ്യണം. വചനം അനുഷ്ഠിക്കുകയും ദൈവത്തിൻ്റെ നാമത്തിനും സകല കാര്യങ്ങൾക്കും കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുകയും ചെയ്യുന്നവരെ ദൈവം മാനിക്കും. ദൈവം അവരെ ആലയത്തിലും മതിലുകളിലും കൊണ്ടുവന്ന് സന്തോഷിപ്പിക്കുകയും അവർക്ക് വേണ്ട നന്മ ഒരുക്കുകയും ചെയ്യുമെന്നും തിരുവചനം പറയുന്നു. ആകയാൽ ഈ ലോകപ്രകാരമുള്ള സ്തോത്രം മതിലുകളെയല്ല നാം കെട്ടേണ്ടത്. ദൈവത്തിൻ്റെ വചനപ്രകാരം നാം പ്രാർത്ഥനയോടുകൂടെ ചില മതിലുകൾ നമുക്ക് ഈ നാളുകളിൽ പണിയുവാനിടയാകട്ടെ. വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും വിശ്വസ്തതയുടെയും പ്രാർത്ഥനയുടെയും മതിലുകൾ തകർത്ത അനേക പ്രിയപ്പെട്ടവർ പാപമെന്ന പാമ്പിൻ്റെ കടിയേറ്റ് അനേകർ ആത്മീയ മരണം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എതിരായി കുഴി കുഴിച്ച് അനേകരും ഒരിക്കലും കരകയറുവാൻ കഴിയാത്ത ലോകമെന്ന പാപത്തിൻ്റെ കുഴിയിൽ വീണ് കിടക്കുമ്പോൾ പ്രാർത്ഥനയോടെ മതിലുകളെ നമുക്ക് കെട്ടുവാനിടയാകും. ഇന്ന് പകൽക്കാലത്തിൽ ദൈവസന്നിധിയിൽ നമ്മുടെ മതിലുകളെ ഏതൊക്കെ നിലകളിലുള്ള മതിലുകൾ കെട്ടണമെന്ന് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മുടെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നെങ്കിൽ, വിശ്വസ്തതയുടെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നെങ്കിൽ, സ്തോത്രം ഹല്ലേലൂയ, പ്രത്യാശയുടെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നെങ്കിൽ, വിശ്വസ്തതയുടെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നെങ്കിൽ നമുക്കൊന്ന് പകൽക്കാലം അത് കെട്ടാം. ദൈവസന്നിധിയിൽ നമുക്ക് ആ മതിലുകളെ പണിത് നിലനിൽക്കുവാൻ ദൈവം ഈ പ്രഭാതം കൃപ നൽകട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവർ കർത്താവെ വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ മതിലുകളെ തകർത്തുകൊണ്ട് അനേകർ ലോകമെന്ന പാപത്തിൻ്റെ ചുഴിയിൽ സ്തോത്രം കർത്താവെ കുഴിയിൽ വീണുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പ്രഭാതം ഞങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ മതിലുകളെ പണിതെടുപ്പാൻ ഞങ്ങളെ ഒരിക്കൽ കൂടെ കർത്താവെ കൃപയാൽ ഞങ്ങൾ നിർച്ചണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസിദാസന്മാരെയും ഈ പ്രഭാതം നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവനാമത്തിന് കൊടുക്കേണ്ട മതിലുകൾ, കർത്താവെ ദൈവദാസന്മാരെ ബഹുമാനിക്കേണ്ട മതിലുകൾ, മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ട മതിലുകൾ, ദൈവസഭയിൽ കടന്നു വരേണ്ട ഉപവാസവും പ്രാർത്ഥനയും ഏതൊക്കെ മതിലുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ടോ അവിടെയൊക്കെയും ഞങ്ങൾ പണിതെടുത്ത് വിശ്വസ്തയോടുകൂടെ നിന്ന് കർത്താവെ നിത്യത വരെ എത്തുവാൻ സ്വർഗം കൃപ ചെയ്യും. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം എടുക്കും യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ.
സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം അനുഗ്രഹിക്കട്ടെ.